ആർക്കെങ്കിലും പരിക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങൾ 3 പേരും ഉള്ളായിരുന്നോ വണ്ടിയിൽ? എവിടെ നിന്ന് വന്നോ? നിങ്ങളുടെ സ്ഥലം എവിടെ? മണ്ടാടോ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയുടെ അങ്ങോട്ടുള്ള റോഡിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്. ഇവിടെ പുതുപ്പള്ളിക്കും കവലയിലോട്ട് പോരുന്നതിൻ്റെ ഇടയ്ക്ക് ജോർജിയൻ പബ്ലിക് സ്കൂളിൻ്റെ മുന്നിലായിട്ടാണ് ആക്സിഡന്റ് നടന്നത്. സാൻജോസ് ബസ്സും മാരുതിയുടെ സെല്ലറിയ കാറും തമ്മിലാണ് തട്ടിയത്. കാറിൻ്റെ ഒരു ഡോറിൻ്റെ ഭാഗത്താണ്, ഡ്രൈവർ സൈഡിലെ ഡോറിൻ്റെ ഭാഗത്താണ് ബസ് തട്ടിയത്. ആ സൈഡിലെ ഡോറ് എല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ ഗ്ലാസും എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, നമ്മുടെ പള്ളി തൊട്ട് പുതുപ്പള്ളി കവല വരെ ഇതുപോലെ പൈപ്പ് പൊട്ടിയിട്ട് അവർ റിപ്പയർ ചെയ്തിട്ട് സാധാരണ മൂടിയാണ് പോയത്. അതിനുശേഷം അവിടെ കുഴിയായിട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ പെരുന്നാളിനോടനുബന്ധിച്ച് അവർ വന്ന കുഴി അടച്ചപ്പോഴത്തേന് അവിടെ ഡിവൈഡർ വെച്ചു. അപ്പോഴത്തേന് ബസ് ഇപ്പോൾ ഈ കാറ് വരുന്ന വഴിയെ ബസ് വന്നു. അതിനിപ്പുറത്തോടെ ആ ഗ്യാപ്പിൽ കൂടെയാണ് കാറ് വന്നത്. കാറ് വന്നിപ്പം ഇപ്പുറം കടന്നു കഴിഞ്ഞപ്പം കാറ് സ്വല്പം വലത്തോട്ട് വെട്ടിച്ചു. അപ്പോൾ ഈ ബസ് കടന്നു വന്ന പോലെ ബസ്സുകാരിങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേന് ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഈ കാറിൻ്റെ ഡോറിനിട്ട് തട്ടിയത്. അപ്പോൾ ആ ഡോറ് നല്ല പരിക്കാണ്. അപ്പോൾ അവർ വർക്ക്ഷോപ്പുകാരെയൊക്കെ വിളിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ 10-15,000 രൂപയോളം ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെറിയൊരു തർക്കത്തിലായിരുന്നു പൈസ. അപ്പം ബസ്സിലെ ഡ്രൈവർമാർ പറഞ്ഞു അവർ നമ്മളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, കാരണം അവർക്ക് 2 പേരുടെ ശമ്പളം കൊടുത്താൽ പോലും ആകത്തില്ല, അതുകൊണ്ട് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം പോലീസ് വന്നിട്ടുണ്ട്. ഇതാണ് കാറിൻ്റെ ഈ ഡോറിനിട്ടാണ് വന്ന് തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ അവിടെ നിന്ന് പുതുപ്പള്ളിക്കവല വരെ ഇതുപോലെയുള്ള ഡിവൈഡറൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ പകലും രാത്രിയിലും അപകടത്തിൽപ്പെടുന്നുണ്ട്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇവരാണ് കാർ ഓടിക്കുന്നത്. പരിക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങൾ 3 പേരും ഉള്ളായിരുന്നോ വണ്ടിയിൽ? എവിടെ നിന്ന് വന്നോ? നിങ്ങളുടെ സ്ഥലം എവിടെ? മണ്ടാടോ. അപ്പൊ ഇവിടെ മൊത്തം കാലിയായിട്ട് കിടക്കുക. അപ്പൊ അല്ലെന്ന് ഇവിടെ ഈ ഇതുമാതിരി കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ല, എത്ര ദിവസമാണെന്നറിയോ? നമുക്ക് ചെറിയ വണ്ടി മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ബസ് ഇതും കൂടെ വരികയല്ലോ. കാറുകളെല്ലാം ലെവലേ പോകുന്നു, ലെവലേ പോകുന്നു. നമ്മൾ ആ വണ്ടി വരുന്നുണ്ട്, അതുപോലെ നമ്മൾ എടുത്തോണ്ട് പോകുന്നു. വെട്ടിച്ചു. നമ്മളാണോ ഓടിച്ചത്? ആണല്ലേ. അതൊരു തിരിച്ചു ചവിട്ടി നിരക്കി കാറുകളെല്ലാം നേരെ പോകുന്നു, നേരെ പോകുന്നു നമ്മൾ വിചാരിക്കുന്നു. ഇൻഡിക്കേറ്ററെങ്കിലും വണ്ടിക്ക് നമ്മൾ കയറി വരിക പയ്യൻ പെട്ടെന്ന് വലത്തോട്ടങ്ങ് പിടിച്ചു. പോലീസെ അറിയിച്ചോ? അതോ ഇല്ല, അറിയിക്കാൻ നമ്പരില്ല. പോലീസ് അറിയാം. കാറുകാർ ആ കാറിനിട്ടോ തട്ടിയ തട്ടിയാണ്. ഇതിന്റെ ഫ്രണ്ട് വശം. ഇവരെ ഇതില് വെട്ടിച്ചു വന്നോ? നിങ്ങൾ വെട്ടിച്ചു, അവര് വെട്ടിച്ചു. ഞങ്ങള് റൈറ്റിലോട്ട് എടുത്ത അവര് പുറകിൽ നമ്മൾ റൈറ്റിലോട്ട് ഇതിന്റെ അടുത്തൊന്ന് വണ്ടി വരുന്ന നിങ്ങളുടെ വണ്ടി അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് കയറി തെറ്റിയിട്ടില്ലായിരുന്നു. അവിടെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് അതിലും വരെ എടുത്തത്. ഇവരുടെ പുറകിൽ നിന്നും തട്ടിയത്. ആണെന്ന് എന്നെ അവിടെ തൊട്ട് ഇവിടം വരെ ഇതാന്ന് വണ്ടി. അത് തന്നെയല്ലേ, പെരുന്നാളും കൂടെ ആയപ്പോ എന്നാ തിരക്കാന്നറിയോ? രാവിലെ മുതൽ കിടന്ന് അനുഭവിക്കും ഈ തിരക്കിനകത്ത് കിടന്ന്. എപ്പോഴും ഈ തിരക്ക്. പുതുപ്പള്ളി പെരുന്നാളിൻ്റെ കൊടിയേറ്റ് നടക്കുന്ന സമയത്ത് കൊടിമരം കൊണ്ട് വന്നപ്പോഴൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഈ വഴിയിൽ അവർ ചുമ്മാതെ ഒരു കൊടി മാത്രം കുത്തിവെച്ചതാണ്. എന്നാൽ നാളെ തൊട്ട് പ്രധാനപ്പെട്ട പെരുന്നാൾ തുടങ്ങിയാണ്. 5, 6, 7 ആണ്. അപ്പോൾ ഇന്നലെയാണ് അവർ വന്ന കുഴി അടച്ചത്. എന്നിട്ട് അവിടെ കണ്ടത് ഒരു ഡിവൈഡർ പോലെ വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടത് സൈഡിൽ കൂടെയും വലത് സൈഡിൽ കൂടെയും എല്ലാം കയറി ആകപ്പാടെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ വാഹനം തട്ടിയില്ലെങ്കിലും അതിശയമുള്ളൂ. ഇതുപോലെ ഒരു ദുരിതം പിടിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ റോഡപകടങ്ങളാണ് വർദ്ധിച്ചു വരുന്നതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വാഹനങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. വഴി നശിച്ച് കിടക്കുകയാണ്.